ഓണക്കാലത്ത് നാട്ടിലെത്താൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന മലയാളികളുടെ യാത്രാ ദുരിതമാണ് ടോപ്പ് 10 ഇനി പരിശോധിക്കുന്നത്. അന്തർ സംസ്ഥാന ബസ്സുകൾ കുത്തനെ നിരക്ക് കൂട്ടിയതോടെ വലഞ്ഞിരിക്കുകയാണ് മലയാളികൾ. ബംഗളൂരുവിൽ നിന്ന് 3500 രൂപ മുതൽ മുകളിലേക്കാണ് സ്ലീപ്പർ ബസ് നിരക്ക്. ഒരേ ബസ്സിൽ പുഷ് ബാക്ക് സീറ്റിന് 2600 രൂപയും ബർത്തിന് 4400 രൂപ വരെയുമാണ് ഈടാക്കുന്നത്. ഓണത്തിന് നാട്ടിലെത്താൻ സ്പെഷ്യൽ സർവീസുകൾ നടത്തുമെന്ന് KSRTC അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ബുക്കിംഗ് സംബന്ധിച്ച് അവ്യക്തത തുടരുകയാണ്. ഓണക്കാലമായതോടെ നാട്ടിലേക്ക് യാത്ര ചെയ്യാനുള്ള നിരക്ക് കുത്തനെ കൂടിയതിൽ വലഞ്ഞിരിക്കുകയാണ് ഇതര സംസ്ഥാനത്ത് ജോലി ചെയ്യുന്ന മലയാളികൾ. ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്കും തിരിച്ചും ട്രെയിനിൽ ടിക്കറ്റ് കിട്ടാതായതോടെ സ്വകാര്യ ബസ്സുകൾ ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടി. 30% മുതൽ 40% വരെയാണ് വർധനവ്. ട്രെയിൻ ടിക്കറ്റുകൾ ഭൂരിഭാഗവും മാസങ്ങൾക്ക് മുമ്പേ വിറ്റ് തീർന്നിരുന്നു. അതിനുശേഷം പ്രഖ്യാപിച്ച സ്പെഷ്യൽ ട്രെയിനുകളിലും ടിക്കറ്റില്ല. ഇതുപോലെ തന്നെയാണ് ഓണം കഴിഞ്ഞുള്ള ശനി ഞായർ ദിവസങ്ങളിലെ അവസ്ഥ. അങ്ങനെ വരുമ്പോൾ പിന്നെ നമ്മൾ ബസ്സിൽ ആശ്രയിക്കേണ്ടതായി വരുന്നു. പക്ഷേ ഇപ്പോൾ സ്ലീപ്പർ ബസ്സുകളുടെ റേറ്റ് നോക്കിയാലും ശരിക്കും ഞെട്ടിക്ക് പോകുന്ന രീതിയിലാണ് അതും നിൽക്കുന്നത്. സാധാരണ 2000 രൂപയൊക്കെ വരുന്ന ടിക്കറ്റിന് ഇപ്പോൾ 4000-5000 രൂപ മുകളിലാണ് പലപ്പോഴും ഈടാക്കുന്നത്. അതുകൊണ്ട് ട്രെയിൻ സർവീസുകൾ കൂടുതൽ ലഭ്യമാക്കുകയും ബസ് ടിക്കറ്റ് നിരക്കുകൾ നിയന്ത്രിക്കാൻ അധികൃതർ ആവശ്യമായ നടപടി എടുക്കേണ്ടതുമാണ്. ട്രെയിൻ പിന്നെയും അഫോർഡബിൾ ആണ്, ബട്ട് ബസ്സിൻ്റെ പ്രൈസസ് നോക്കുമ്പോൾ നല്ല രീതിക്ക് ഹൈക്കായിരിക്കുകയാണ്. നമ്മൾ ചെറിയൊരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് വരെ അവർ നല്ലൊരു എമൗണ്ടാണ് നമ്മുടെ നിന്ന് ആവശ്യപ്പെടുന്നത്. മിനിമം ഒരു 3000 തൊട്ടാണ് അവരുടെ പ്രൈസിങ് സ്റ്റാർട്ട് ആകുന്നത്. അതൊട്ടും അഫോർഡബിൾ അല്ല. നമുക്ക് കേരളത്തിൽ നിന്ന് ബംഗളൂരുവിലേക്ക് ട്രെയിൻ ടിക്കറ്റുകൾ ഒന്നും ലഭ്യമല്ല. ഇന്ന് ഫ്ലാഗ് ഓഫ് ചെയ്ത വന്ദേ ഭാരതിലെ 16 ബോഗികളാണ് താൽക്കാലിക ആശ്വാസം. സ്വകാര്യ ബസ് ലോബികൾ വലിയ തോതിൽ ചൂഷണം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ IT ജീവനക്കാർ, ബംഗളൂരു മലയാളികൾ, വിദ്യാർത്ഥികൾ, അങ്ങനെ സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലുമുള്ള ആളുകൾ ദൈനംദിനം പോകുന്ന ഒരു സിറ്റിയാണ് ബംഗളൂരു. ആ നഗരത്തിലേക്ക് പോകാൻ ഇന്ന് എക്സോർബിറ്റന്റ് ഫ്ലൈറ്റ് റേറ്റ്സ്. KSRTC പ്രഖ്യാപിച്ച സർവീസുകൾ സംബന്ധിച്ച് കൃത്യമായ അറിയിപ്പുകൾ നൽകിയിട്ടില്ല. യാത്രക്കാരില്ലെന്ന് വരുത്തി ചെന്നൈ സർവീസ് നഷ്ടമെന്ന് കാട്ടാനുള്ള ശ്രമമാണെന്ന് ചെന്നൈ മലയാളികൾ ആരോപിക്കുന്നു. എറണാകുളത്തേക്കുള്ള ദിവസേനയുള്ള ബസ്സിൽ 20 മുതൽ 25 വരെയുള്ള മുഴുവൻ ടിക്കറ്റുകളും നേരത്തെ തന്നെ വിറ്റുപോയിരുന്നു. വിമാന നിരക്കുകളിലും സമാനമായ അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഇതോടെ മലയാളികൾ നാട്ടിലേക്കെത്താനും തിരിച്ചു പോകാനുമാവാതെ പെരുവഴിയിൽപ്പെട്ട അവസ്ഥയിലാണ്. അമൃത ന്യൂസ്, കൊച്ചി.